ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മിഥില ആർട്സ് ആപ്പ്. ഞാൻ ആർട്ടിസ്റ്റ് ബിന്ദു മിഥില. അപ്പോൾ ഇന്ന് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് കുറച്ച് ദൂരെയുള്ള തെങ്ങുകളൊക്കെ എങ്ങനെയാണ് ചെയ്യാമെന്നും ഒരു ക്ലൗഡി എഫക്റ്റുള്ള സ്കൈ എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്നും പിന്നെ എങ്ങനെയാണ് ഗ്രാസുകളെയൊക്കെ ബ്ലോക്ക് ചെയ്തെടുക്കാമെന്നും അതുപോലെ ഒരു കനാലിൽ വരുന്ന സൈഡിലൊക്കെ വരുന്ന റോക്സ് ഈസി ആയിട്ട് എങ്ങനെയാണ് ചെയ്യാന്നുള്ളതൊക്കെയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്തു നോക്കാം. അപ്പോൾ കുട്ടികൾക്ക് ടീച്ചറിൻ്റെ ക്ലാസ് മിഥില ആർട്സ് ആപ്പും യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ വാല്യുബിൾ ആയിട്ടുള്ള ഫീഡ്ബാക്ക് പ്ലേ സ്റ്റോറിലൊന്ന് മാർക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് സ്കൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി പ്രഷ്യൻ ബ്ലൂ ആണ് ടീച്ചർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ക്ലൗഡ്സ് ഇപ്പോൾ അങ്ങനെ ഫ്ലാറ്റായി നിൽക്കല്ലേ, അതാ നമുക്കൊരു എഫക്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു വയലറ്റ് കളറാണ് ടീച്ചർ യൂസ് ചെയ്യുന്നത്. ക്രിംസൺ കളറും ബ്ലൂവും കൂടെ മിക്സ് ചെയ്ത് വയലറ്റ് കളർ ഉണ്ടാക്കിയിട്ട് പതുക്കെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് മുകളിലേക്ക്. പതുക്കെ ഇതുപോലെ വാട്ടർ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി, കളേഴ്സ് ബ്ലെൻഡ് ആയി പോയിക്കോളും. ദൂരെയുള്ള കാർഡുകളാണ് ഇനി കാണിക്കുന്നത്. അപ്പോൾ ദൂരെയുള്ള കാർഡുകൾക്ക് ഏത് കളർ കൊടുക്കണം? ദൂരാണ്. അപ്പോൾ ഇവിടെ ഈ ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത് ഈ വീടിൻ്റെ ബാക്കിലുള്ള കാർഡുകളാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് സാപ്പ് ഗ്രീൻ്റെ കൂടെ ബ്ലൂ മിക്സ് ചെയ്ത കളറാണ് ടീച്ചർ കൊടുക്കുന്നത്. വളരെ കുറച്ച് മാത്രമേ ബ്ലൂ മിക്സ് ചെയ്യുന്നുള്ളൂ. ഗ്രീനുള്ള ഭാഗത്ത് ഗ്രീൻ വെച്ച് കൊടുക്കാം, താഴെ ഭാഗത്തേക്ക് ഡെപ്ത് കളർ കൂട്ടി വെക്കാം. അപ്പോൾ അത് നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ടീച്ചർ ആദ്യം ലൈറ്റ് കളറാണ് കാണിക്കുന്നത്. അപ്പോൾ ദൂരെയുള്ള കാർഡുകളുടെ എഫക്റ്റ് ഒക്കെ നമ്മൾ കാണിച്ചു. ഇനി എന്താ ചെയ്യാനുള്ള? വീട് ചെയ്യാനുണ്ട്. അപ്പോൾ വീട് ഇപ്പോഴേ ചെയ്ത ഈ രണ്ട് കളേഴ്സും സ്പ്രെഡ് ആവില്ലേ, അപ്പോൾ അവിടെ ഡ്രൈ ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ലാൻഡ് വാഷ് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ കുറച്ച് ലൈറ്റ് ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. ഈ ഭാഗത്തേക്കൊക്കെ കുറച്ച് ഡാർക്ക് കളർ ഉണ്ടാവില്ലേ, കാരണം ഈ വീടിൻ്റെ ഷേഡോ മരങ്ങളുടെ ഷേഡോ ഒക്കെ ഉള്ളതുകൊണ്ട് ഈ ഭാഗത്തേക്ക് കുറച്ച് ഡെപ്ത് കളറാണ് വെക്കാൻ പോണത്. അപ്പോൾ ലൈറ്റ് ഡയറക്റ്റായിട്ട് തട്ടുന്നത് ഈ ഭാഗങ്ങളിലൊക്കെയാണ്. അപ്പോൾ ടീച്ചർ ഈ ഭാഗത്തൊക്കെ കുറച്ച് ഗ്രീൻ കളർ വാഷ് ചെയ്തു. ഇനി ഇവിടെയൊക്കെ റോക്സ് ഉണ്ട് എന്നൊരു എഫക്റ്റ് കാണിക്കാനുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഇവിടെയൊക്കെ ടീച്ചർ കൊടുക്കുന്നത് റോക്സിൻ്റെ കളറായിട്ടുള്ള ഒരു വയലറ്റ് അല്ലെങ്കിൽ സ്കാർലറ്റും പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്ത കളറ്, അങ്ങനെയുള്ള കളേഴ്സൊക്കെ ഈ ഭാഗത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊരു കനാലാണ്. കനാലിൻ്റെ സൈഡിലൊക്കെ കണ്ടിട്ടില്ലേ കുട്ടികൾ പാറകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ആ ഒരു എഫക്റ്റൊക്കെ നമുക്ക് അവിടെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ടീച്ചർ ഇവിടെ സ്കാർലറ്റും പ്രഷ്യൻ ബ്ലൂ മിക്സ് ചെയ്തൊരു കളറാണ് വെക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് റോക്സ് ഒക്കെ ഉണ്ട് എന്നുള്ളൊരു എഫക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചർ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഭാഗത്തും കുറച്ച് റോക്സിൻ്റെ എഫക്റ്റ് ടീച്ചർ കാണിക്കുന്നുണ്ട്. ഇനി ഈ ലാൻഡ് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഭാഗത്തേക്ക് കുറച്ച് ലൈറ്റ് കാണിക്കണം, ഈ ഭാഗത്തേക്ക് കുറച്ച് ഡെപ്ത് കളറാണ് വാഷ് ചെയ്യുന്നത്.
അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ബ്രിഡ്ജിന് അപ്പോൾ ഏത് കളറാണ് കൊടുക്കണം? വുഡ് കൊണ്ടൊക്കെ ഉണ്ടാക്കിയൊരു ബ്രിഡ്ജാണെന്ന് ആ ടീച്ചർ ഇമാജിൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ടീച്ചർ ഇതിന് യെല്ലോ ഓക്കറാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ടീച്ചർ ഇവിടെ ചെറിയൊരു ചേഞ്ച് വരുത്തി. ഇവിടെ ടീച്ചർ ഈ വാട്ടർ യെല്ലോ ഓക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈറ്റ് ആക്കിയിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. യെല്ലോ ഓക്കർ വളരെ ലൈറ്റ് ആയിട്ടാണ് വാഷ് ചെയ്യുന്നത്. ദൂരത്തേക്ക് കുറച്ച് ലൈറ്റാക്കി വാഷ് ചെയ്തു. അപ്പോൾ ഇവിടേക്കൊക്കെ കുറച്ച് ഡെപ്തിൽ ചെയ്യാം നമുക്ക്. കലങ്ങിയ വെള്ളം ഉണ്ടാവില്ലേ, മഴക്കാലത്തൊക്കെ ഇങ്ങനെ വെള്ളം കലങ്ങി ഈ ഒരു യെല്ലോ കളറിലൊക്കെ ഒഴുകുന്ന കുട്ടികൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ഒരു എഫക്റ്റ് കാണിക്കാനാണ് ടീച്ചർ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇത് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ ഇവിടെയൊക്കെ വെറ്റായിട്ടിരിക്കുകയാണ്, നമുക്ക് കോക്കനട്ട് ട്രീയുടെ ലീവ്സ് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ലൈറ്റ് ഈ ഭാഗത്തുനിന്ന് ഇവിടെ ഈ രണ്ട് ഭാഗത്തല്ലേ ലൈറ്റുകൾ. അപ്പോൾ കോക്കനട്ട് ട്രീയുടെ ലീവ്സിനൊക്കെ ഈ ഭാഗത്താണ് ലൈറ്റ് കളർ കൊടുക്കേണ്ടത്, ഇങ്ങോട്ട് ഡാർക്ക് കളറാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ആദ്യം കാണുന്ന കോക്കനട്ട് ട്രീ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കോക്കനട്ട് ട്രീയുടെ ലീവ്സ് ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ ലൈറ്റ് ആൻഡ് ഷെയ്ഡ് ഈ ഭാഗത്തു നിന്നാണ് ലൈറ്റ് വരുന്നതെന്ന് എഫക്റ്റ് കാണിച്ച് ലീവ്സ് എല്ലാം കാണിച്ചു. പിന്നെ നമുക്കറിയാം ഈ കൂടി നിൽക്കുന്ന ഭാഗത്തേക്ക് കുറച്ച് ഡെപ്ത് കളർ വെക്കണം എന്ന്. അപ്പോൾ അത് നമുക്ക് വെച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ദൂരെയുള്ള കോക്കനട്ട് ട്രീയുടെ ലീവ്സ് ചെയ്യാം. അപ്പോൾ അതിന് വെർഡിൻ ഗ്രീൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനും ലൈറ്റ് ആൻഡ് ഷെയ്ഡ് വെച്ച് കൊടുക്കാം. ഈ ഭാഗത്തേക്ക് കുറച്ച് അധികം കളർ വെച്ച് കൊടുക്കണം. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ഈ കോക്കനട്ട് ട്രീയും ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്താണ് ലൈറ്റ് വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്, തെങ്ങിൻ്റെ ട്രങ്ക് ചെയ്യാനുണ്ട്. അപ്പോൾ വീടൊക്കെ നമ്മൾ ഒരുപാട് തവണ പ്രാക്ടീസ് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇനി ഡോറും വിൻഡോസൊക്കെ ഇത് ഡ്രൈ ആയിട്ടാണ് ചെയ്യേണ്ടതെന്ന് എല്ലാ കുട്ടികൾക്കും അറിയാം. ഇനി ബ്രിഡ്ജ് ഉണ്ട്, ഈ റോക്സിൻ്റെ എഫക്റ്റ് ഉണ്ട്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ കുട്ടികൾക്ക് അറിയാം റോക്സ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്തേക്ക് കുറച്ച് ഡെപ്ത് കളർ വെച്ച് കൊടുക്കാം. ഫസ്റ്റ് ടോൺ,
സെക്കൻഡ് ടോൺ. മിനിമം നമുക്ക് 3 കളർ ടോണുകൾ വേണമെന്ന് നമുക്കറിയാം. അപ്പോൾ കളേഴ്സ് പതുക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് റോക്സ് ഒക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അടിഭാഗത്തേക്ക് കുറച്ച് ഡെപ്ത് കളർ വെച്ച് കൊടുത്തു. അപ്പോൾ ഇവിടെ ഒരു റോക്സിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കി. അപ്പം ഇനി നമുക്ക് തേർഡ് ടോൺ വെച്ച് കൊടുക്കാം. അപ്പം 3ാമത്തെ കളർ ടോൺ ഏറ്റവും കൂടുതൽ ബ്ലൂ കളർ. അപ്പം ഡ്രൈ ആയിട്ടാണ് ഈ ഭാഗത്ത് ചെയ്താൽ നന്നാവുക. അപ്പം ഇനി അതുപോലെ നമുക്ക് ഈ ഭാഗം റോക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബ്രിഡ്ജിനാണ് കളർ കൊടുക്കേണ്ടത്. ബ്രിഡ്ജിന് വേണ്ടിയിട്ട് യെല്ലോ കളറിൻ്റെ കൂടെ ഈ ഒരു കളറും കൂടെ മിക്സ് ചെയ്തൊരു കളറാണ് ടീച്ചർ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഡ്രൈ ആകുമ്പോഴേക്കും നമുക്ക് ദൂരെയുള്ള മരങ്ങൾ, അതുപോലെ ഈ വീടിൻ്റെ വിൻഡോസ്, ആ ഭാഗങ്ങളൊക്കെ ചെയ്യേണ്ടതില്ലേ, ആ ഭാഗം നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് വെർഡിയൻ ഗ്രീൻ കളർ വെച്ചിട്ട് കാടുണ്ട് എന്നൊരു എഫക്റ്റ് ടീച്ചർ കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വിൻഡോസൊക്കെ ചെയ്തെടുക്കാം വീടിൻ്റെ. അപ്പോൾ വിൻഡോ കാണിക്കാനായിട്ട് ബ്രഷ് പതുക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി ഇവിടെ നമുക്ക് ബ്രാഞ്ചസ് കുറച്ച് ലൈറ്റ് ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാം. ദൂരെയുള്ളതാവുകൊണ്ട് നമ്മൾ കളർ പെർസ്പെക്റ്റീവ് ഫോളോ ചെയ്യണ്ടേ. അപ്പോൾ ഇവിടെയുള്ള ബ്രാഞ്ചസ് ഒക്കെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കാണിക്കേണ്ടത്. മരത്തിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ ഇതുപോലെ ഡെപ്ത് കളറിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ കാർഡുകൾക്കൊക്കെ ഒന്നുകൂടി ഡെപ്ത് കളർ ഇവിടെ വെച്ച് കൊടുത്താൽ ചിത്രം ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. തിക്കായി നിൽക്കുന്ന ഭാഗങ്ങൾ ഉണ്ടാവില്ലേ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചിട്ടുള്ളതല്ലേ. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ ഒന്ന് നമുക്ക് ഡെപ്ത് കൂട്ടി കൊടുക്കാം. അപ്പോൾ ഇനി ഇവിടെയൊക്കെ കുറച്ച് കുഴിഞ്ഞ് നിൽക്കുന്ന ഭാഗങ്ങളല്ലേ ഉണ്ടാവുക. ഇവിടെ ഉയർന്ന് ഇങ്ങോട്ട് കുറച്ച് കുഴിഞ്ഞ് നിൽക്കുന്ന ഭാഗങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ടീച്ചർ അവിടെ കുറച്ച് ഡെപ്ത് കളർ കൂട്ടി കൊടുക്കാൻ പോവുകയാണേ. ഇനി നമുക്ക് ബ്രിഡ്ജ് ചെയ്തെടുക്കാം. അപ്പോൾ ബ്രിഡ്ജിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു വുഡൻ കളറാണ് ടീച്ചർ യൂസ് ചെയ്യുന്നത്. ബേൺസീന കളറാണ് യൂസ് ചെയ്യുന്നത്. ഒന്നുകിൽ റെഡും ബ്ലൂ മിക്സ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ബേൺസീന ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ ടീച്ചർ റെഡും ബ്ലൂവും കൂടിയിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റോക്സ് ഒക്കെ ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ടീച്ചർ ഇവിടെ തേർഡ് ടോൺ കൊടുക്കാൻ പോവുകയാണ്. പാറയുടെ റോക്സിൻ്റെ ഒക്കെ ഏറ്റവും ഡാർക്ക് വരുന്ന ഭാഗത്തേക്ക് ബ്ലാക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കുഴിഞ്ഞ് നിൽക്കുന്ന ഭാഗങ്ങളല്ലേ, ഇവിടെയല്ലേ ഡാർക്ക് അധികം ഉണ്ടാവുക. അപ്പോൾ ടീച്ചർ ഇവിടെയൊക്കെ കുറച്ച് ഡാർക്ക് അധികം കളർ വെച്ച് കൊടുത്തു. ഇനി ഇവിടെ കുഴിഞ്ഞ് നിൽക്കുന്ന ഭാഗത്തേക്ക് ബ്ലാക്ക് കളർ വെക്കണം. ഉയർന്ന് നിൽക്കുന്ന ഭാഗത്ത് ലൈറ്റാണ് വേണ്ടത്. ഇവിടെ കുഴിഞ്ഞ് നിൽക്കുന്ന ഭാഗത്തേക്ക് ഡാർക്ക് അധികം വെച്ചു, ഉയർന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് ലൈറ്റാണ് വരുന്നത്. ഇവിടെ നമ്മൾ കുഴിഞ്ഞ് നിൽക്കുന്ന ഭാഗത്തേക്ക് ഡാർക്കും ഉയർന്ന് നിൽക്കുന്ന ഭാഗത്തേക്ക് ലൈറ്റും വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്കിനി ഇവിടെ വെള്ളം ഒഴുകുന്ന ഒരു എഫക്റ്റൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ നമ്മുടെ ചിത്രം റിയലായിട്ട് തോന്നും.
അപ്പോൾ നമ്മളിവിടെ ക്ലൗഡി എഫക്റ്റുള്ള സ്കൈ എങ്ങനെയാണ് ചെയ്യാൻ പഠിച്ചു, റോക്സ് ചെയ്യാൻ പഠിച്ചു. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മാസ്കിംഗ് ടേപ്പ് റിമൂവ് ചെയ്യാം.